Good morning. Maths we will maths. Problem example notebook check skip continuation ആയിട്ട് എഴുതി പോവാ കേട്ടോ ടെക്സ്റ്റ് നോക്കി വെറുതെ പ്രത്യേകം ചെയ്താണ്ട് എഴുതി പോവാ അതേപോലെ നമുക്ക് 21-ാം തീയതി തുടങ്ങിയപ്പോൾ സ്കൂളിൽ ഇഷ്ടമുള്ളവർക്ക് പോയി ടീച്ചർമാരോട് സംശയം ചോദിക്കാൻ വേണ്ടൊരു ന്യൂസ് കാണുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചായിട്ട് ട്യൂഷൻ തുടങ്ങാൻ തുടങ്ങാം 20 പേരുടെ ഒരു ബാച്ച് വെച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ട്യൂഷൻ തുടങ്ങാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫീസ് കുറേ പേര് അടയ്ക്കാനുണ്ട് കുറേ പേര് റെഗുലറായിട്ട് അടയ്ക്കുന്നുണ്ട് അതുപോലെ കുറേ പേര് പെൻഡിങ്ങിലുണ്ട് പെൻഡിങ് കിട്ടുമെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെയാണ് പറയാം എല്ലാവരും വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തരേണ്ടി വരും ഉള്ളവർ എല്ലാ മാസവും ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കുന്നത് ഇതിൻ്റെ ഉള്ള മാസത്തെ അടച്ചടച്ച് പോകും കേട്ടോ നമുക്ക് ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം The perimeter of a rectangle is 10 meters and its area is 1/4 square meter. What are the length of its sides? Right? One ചോദ്യം ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് അതിന്റെ ഏരിയ റെക്ടാങ്കിൾ ആണ് ചതുരാണ് പറഞ്ഞിട്ടുള്ളത് സ്ക്വയർ അല്ല റെക്ടാങ്കിൾ ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 10 മീറ്റർ റെക്ടാങ്കിളിന്റെ ഏരിയ 5.25 മീറ്റർ സ്ക്വയർ അങ്ങനെയാണെന്ന് ആ റെക്ടാങ്കിളിന്റെ സൈഡുകളുടെ വശങ്ങളുടെ നീളത്തിൽ ആണ് ചോദ്യം റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും വ്യത്യാസമുണ്ട് ഇതാണ് നമ്മൾ റെക്ടാങ്കിൾ ചതുരം എന്ന് പറയുന്നത് അല്ലെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ടുള്ള മെഷർമെന്റ് ഓക്കെ അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് പെരിമീറ്റർ ചുറ്റളവ് 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചുറ്റളവ് അപ്പൊ നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ലെങ്ത് എങ്ങനെയാണ് നമുക്ക് ഈ സൈഡിന് എക്സ് എന്നും ഈ സൈഡിന് വൈ എന്നും കൊടുക്കണം ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ബി എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ബി വൈ ഓക്കെ അപ്പോൾ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ എക്സും വൈ ആയിട്ട് കിട്ടും length is equal to x എന്ന് കൊടുത്തു breadth is equal to നീളം is equal to x വീതി is equal to y okay length x breadth y നമുക്ക് തന്നിട്ടുള്ളതാണ് പെരിമീറ്റർ ചുറ്റളവ് എത്രയാണെന്ന് പെരിമീറ്റർ is equal to 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പെരിമീറ്റർ is equal to 10 ആണ് അല്ലെങ്കിൽ ചുറ്റളവ് 10 ആണ് തന്നിട്ടുണ്ട് ഓക്കെ ഈ പെരിമീറ്ററിന്റെ എന്താണ് ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുക ഒരു റെക്ടാങ്കിൾ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കുക ഈ സൈഡ് വൈ തന്നെയായിരിക്കും ഈ സൈഡ് എന്തായിരിക്കും എക്സ് തന്നെയായിരിക്കും അല്ലെ അങ്ങനെയല്ല വരാം ഈ അടിയിലെ മുകളിലെ സൈഡ് ഈക്വൽ ആയിരിക്കും രണ്ടു വശങ്ങളിലെ സൈഡ് ഈക്വൽ ആയിരിക്കും റെക്ടാങ്കിൾ പെരിമീറ്റർ എന്ന ചുറ്റളവ് ഓക്കെ ഇപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക y പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 10 ആണ് എന്നുള്ളത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y plus x plus y plus x is equal to 10 എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ ഇവിടെ എത്ര y ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം 2y ഉണ്ട് അതുപോലെ തന്നെ 2x ഉണ്ട് അല്ലേ 2y ഉണ്ട് y plus y 2y x plus x 2x is equal to 10 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ 2 രണ്ടിനും കോമൺ ആണ് അല്ലേ 2 പുറത്തേക്ക് എടുത്തു y plus x എന്ന് എഴുതി is equal to 10 എന്ന് എഴുതി ഓക്കെ അതിൽ നമുക്ക് ഒരു ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട് റെക്ടാങ്കിളിന്റെ പെരിമീറ്ററുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട് നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് 2 into L plus B is equal to P is equal to 2 into L plus B എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഈ റെക്ടാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into നീളം പ്ലസ് വീതി L എന്ന് പറയുന്നത് ലെങ്ത് B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് അപ്പൊ പെരിമീറ്റർ is equal to 2 into L plus B എന്നൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ 2 into L plus B എത്രയാണ് നമുക്ക് ഇവിടെ പെരിമീറ്റർ നമുക്കറിയാം 10 ആണെന്ന് അറിയാം അപ്പൊ 10 is equal to 2 into L plus B ചെയ്താലോ അല്ലെ അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് P is equal to എന്താണ് 2 into പെരിമീറ്റർ നമ്മൾ എന്താ ചെയ്താൽ പോകണം പെരിമീറ്റർ പകരം നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ് 2 into L plus B എഴുതാൻ പോകും പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into L plus B ആണ് is equal to 10 centimeter. Okay.
പെരിമീറ്ററിന് പകരം നമ്മൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എഴുതി. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into length plus breadth, 2 into നീളം പ്ലസ് വീതിയാണ് നമുക്ക് പെരിമീറ്റർ 10 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യും, നമുക്ക് L plus D, ഈ 2 നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, വശങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ലെങ്ത്തും ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം, ലെങ്ത് നമ്മൾ x എന്നും ബ്രെഡ്ത്ത് y എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ലെങ്ത്തിന് പകരം നീളത്തിന് പകരം എന്ത് ചെയ്യാം, x എന്ന് എഴുതാം, വീതിക്ക് പകരം നമുക്ക് y എഴുതാം. 2 into x plus y is equal to 10 centimeter എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യാം, x ഉം y ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 2 ന്റെ ആവശ്യമില്ല, ഈ 2 ആണ് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, x plus y is equal to ഇവിടെ into 2 ആണല്ലേ, ഈ 2 into 2 കൂടെ എന്താ ഈക്വലിന്റെ പട്ടിക എന്തായി മാറും, ഡിവിഷൻ 2 ആയിട്ട് മാറും. അപ്പൊ x plus y is equal to 10 എന്താണ് ഡിവൈഡ് ബൈ 2. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താ 5 അല്ലേ. x plus y is equal to എന്ത് കിട്ടി, 5 കിട്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇത് അല്ലെ. പെരിമീറ്റർ 10 ആണ് തന്നിട്ടുണ്ട്, നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും x y ആയിട്ട് എടുത്തു. പെരിമീറ്റർ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്, പെരിമീറ്ററിന്റെ ഇക്വേഷൻ ആണ് 2 into L plus B എന്ന് പറയുന്നത്. 2 into L plus B is equal to 10 എഴുതി. ഇനി എന്താണ്, ഇവിടെ നമ്മൾ x ന്റെ വൈഡിന്റെ ടേംസ് ആണ് എടുത്തിട്ടുള്ളത്, ലെങ്ത് x ഉം ബ്രെഡ്ത്ത് y അല്ലെ. L ന് പകരം x ഉം B ക്ക് പകരം y എഴുതി. 2 into x plus y is equal to 10 centimeter എഴുതി. x plus y is equal to 10 by 2 is equal to 5. അപ്പൊ x plus y is equal to 5 ആണ് കിട്ടി. ഇനി നമുക്കൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്, ഇവരുടെ ഏരിയ, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 5 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ചതുരത്തിന്റെ പരപ്പളവ് വിസ്തീർണം കണ്ടുപിടിക്കുന്നതിന് ഒരു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റളവാണ് പെരിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തീർണം, ഈ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ വിസ്തീർണം, ഒരു റെക്ടാങ്കിൾ ചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്, നീളം ഇൻറ്റു വീതിയാണ് ചെയ്യേണ്ടത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ലെങ്ത് എത്രയാണ്, ലെങ്ത് x, ബ്രെഡ്ത്ത് y. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ എന്ന് പറയുന്നത് xy ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഇക്വേഷൻ നമുക്ക് കൺഫേം ചെയ്യാം. ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് 5.25 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 5.25 മീറ്റർ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാത്ത ഇക്വേഷൻ, ഏരിയ is equal to 1/4 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഏരിയക്ക് ഇക്വേഷൻ എന്താ, ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x into y അല്ലെ. അപ്പൊ xy is equal to 1/4. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഏരിയ എന്താണ്, x into y ആണ് ഏരിയ. x into y is equal to 1/4 എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഇത്രയും വരെ എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കണം. നമുക്കൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, റെക്ടാങ്കിളിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത് സൈഡുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആകെ കൂടി തന്നത് പെരിമീറ്റർ 10 സെന്റിമീറ്റർ സ്ക്വയർ, പെരിമീറ്റർ 10ഉം ഏരിയ 5.25 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ലെങ്ത് x ആക്കിയെടുത്തു, ബ്രെഡ്ത്ത് y ആക്കിയെടുത്തു, പെരിമീറ്റർ 10 തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തു. 2 into L plus B is equal to 10 എഴുതി. അപ്പോൾ നമ്മൾ എക്സിലും വൈയിലും അല്ലേ എഴുതണേ, അപ്പൊ ലെങ്ത്തിന് എക്സും ബ്രെഡ്ത്തിന് വൈയും കൊടുത്തിട്ടുണ്ട്. അതാണ് 2 into x plus y is equal to 10 സെന്റിമീറ്റർ എന്ന് വന്നത്. x plus y is equal to ഈ 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പൊ 10 divided by 2 ആയിട്ട് മാറി. അപ്പൊ x plus y is equal to 5 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ വന്നു അല്ലെ. അടുത്ത കാര്യം തന്നിട്ടുള്ള ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് 5.25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ x into y ചെയ്താണ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ x into y is equal to 5 1/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് x plus y is equal to 5 എന്ന് കിട്ടി, x into y is equal to 5 1/4 എന്ന് കിട്ടി. ഓർന്നെ x plus y ആണ്, ഓർന്നെ x into y ആണ്. അതുകൊണ്ട് നമുക്ക് 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വേറൊരു x minus y കണ്ടുപിടിക്കും അല്ലെ. x plus y കിട്ടി, x minus y അറിയാം, സോറി x into y അറിയാം. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണത്, x minus y ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വേറൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കാണപ്പെടാൻ പഠിക്കേണ്ട ഇക്വേഷൻ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കിയാണത്. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് x minus y the whole square is equal to x minus y the whole square is equal to x plus y the whole square minus 4xy
ഇത് കാണപ്പെടാൻ പഠിക്കുന്ന ഇക്വേഷൻ ആട്ടോ. ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാം. ഇതാണ് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സ് മൈനസ് വൈ അറിയാം, എക്സ് ഇൻറ്റു വൈ ആണ് അറിയേണ്ടത്. നമ്മൾ എക്സ് ഇൻറ്റു വൈ അറിയാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ അങ്ങനെ വരുന്നത് എക്സ് മൈനസ് വൈയും എക്സ് ഇൻറ്റു വൈ ആണ് തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അപ്പൊ എത്രയാണ് കിട്ടിയത്? നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അറിയോ? ഇല്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൈ ഹോൾ എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് നമുക്കറിയാം. എക്സ് പ്ലസ് വൈ നമ്മള് ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈക്ക് വരെ എന്ത് ചെയ്താം? എക്സ് പ്ലസ് വൈക്ക് വരെ 5 ചെയ്താം, സ്ക്വയർ എന്ന് പറയാം, സ്ക്വയർ ചെയ്താം. ഓക്കെ, എക്സ് പ്ലസ് ഫസ്റ്റ് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടത് എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടത്. അപ്പൊ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5. എക്സ് പ്ലസ് വൈക്ക് പകരം നമ്മൾ 5 എഴുതി, സ്ക്വയർ എഴുതി, മൈനസ് 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നുള്ള സെക്കൻഡ് ഇക്വേഷൻ കണ്ടത് എന്താണ്? എക്സ് ഇൻറ്റു വൈ നമ്മൾ കണ്ടത് 5 1/4 ആണ് അല്ലെ? അപ്പൊ 4 ഇൻറ്റു 5 1/4 നമ്മൾ എഴുതി. ഓക്കെ, എക്സ് ഇൻറ്റു വൈ എന്നാണ് ഏരിയ. ഏരിയ 5.4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈക്ക് പകരം അത് എഴുതി. നമുക്ക് എപ്പോൾ എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 5. 5 into 5 എന്ന് പറയുമ്പോൾ 25 മൈനസ് 4 ഇൻറ്റു ഇത് നമുക്കൊന്ന് പ്രോപ്പർ ആക്കി നോക്കാം. ഓക്കെ, ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമുക്കൊന്ന് ഇംപ്രോപ്പർ ആക്കി നോക്കാം. എന്താണ് ഇങ്ങനെ ചെയ്യുന്ന ഫ്രാക്ഷൻ ആക്കാനായിട്ട്? മിക്സഡിനെ എങ്ങനെ മറ്റേ കൺവേർട്ട് ചെയ്യാം? 5 into 4 അല്ലെ? 5 into 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 4. 5 ഉണ്ട്, ഈ 4 ഉണ്ട്, ഈ 5 ഇൻറ്റു ചെയ്യാം, ഈ മുകളിലുള്ള 1 പ്ലസ് ചെയ്യാം, ഡിവൈഡ് ബൈ 4. അങ്ങനെയാണ് വരാം. എന്ത് വരും? 5 into 4 എന്ന് പറയുന്നത് 20 അല്ലെ? 20 പ്ലസ് 1 എന്ന് പറയുന്നത് 21/4 എന്നാണ് വരാൻ. ഓക്കെ, ഞാൻ അവിടെ തന്നെ എഴുതാം 21/4 എന്ന്. എന്ത് വരും? 21/4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 into 4 20 പ്ലസ് 1 21 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ 4ഉം ഈ 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ? നമുക്ക് ഇൻറ്റു ആണ് അല്ലെ? ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഈ 4നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എന്തോന്നു? 25 മൈനസ് 21 ആണ്. എന്താണ്? 1 ആയി മാറി അല്ലെ? 1 into 21 എന്ന് പറഞ്ഞാൽ 21 തന്നെ. അപ്പൊ എന്ത് വരും? 25 മൈനസ് 21. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് 25 മൈനസ് 21 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 അല്ലെ? എനിക്ക് വേണ്ടത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണോ? അല്ല, നമുക്ക് വേണ്ടത് എക്സ് മൈനസ് വൈ ആണ് വേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതാം? ഈ സ്ക്വയർ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനായിട്ട് ഈ 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ക്വയർ കളയാനായിട്ട് ഇപ്പോഴത്തെ നമ്പറിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ √4 ഇസ് ഈക്വൽ ടു എന്താണ്? 2. അപ്പൊ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടിയ തേർഡ് ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? എല്ലാത്തിനും മറ്റേ സെയിം ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എല്ലാം യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് അറിയാവുന്ന നമുക്ക് അറിയാവുന്നത് എക്സ് പ്ലസ് വൈയും എക്സ് ഇൻറ്റു വൈയും ആയിരുന്നു. അപ്പൊ നമ്മൾ എക്സ് മൈനസ് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് മൈനസ് വൈ നമുക്ക് 5 ആണ്. എക്സ് മൈനസ് വൈ അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് വൈ നമുക്ക് 5 ആണെന്ന് അറിയാം. എക്സ് പ്ലസ് വൈക്ക് വരാൻ 5 എഴുതി. 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്താണ്? എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഏരിയ അല്ലെ? ഏരിയ എന്ന് പറയുന്നത് 5 1/4 ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 4 ഇൻറ്റു 21/4. ഇത് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. 5 into 4 20 plus 1 21/4. 4 ക്യാൻസൽ ചെയ്തു പോയി. ഇപ്പൊ 25 മൈനസ് 21 എന്ന് പറയുന്നത് 4. ഇപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. എക്സ് മൈനസ് വൈ ആണ് കണ്ടുപിടിക്കാനുള്ളത്. റൂട്ട് എടുത്തു. √4 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ കിട്ടി. നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക്. അപ്പൊ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? എന്താ കിട്ടിയത്?
x plus y is equal to 5 എന്നായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്. സെക്കൻഡ് ഇപ്പൊ ലാസ്റ്റ് കിട്ടി തേർഡ് ഇക്വേഷൻ കിട്ടിയത് x minus y is equal to 2 എന്നാണ് നമുക്ക് കിട്ടിയ ലാസ്റ്റ് ഇക്വേഷൻ അല്ലേ. രണ്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇത് ഞാൻ ഒരെണ്ണം കാണിക്കണുള്ളൂ. നമ്മളിവിടെ എന്ത് ചെയ്യാം, നമ്മൾ y ഇവിടെ 0 ആക്കും. y 0 ആക്കാൻ എന്ത് ചെയ്യണ്ടേ, പ്ലസ് മൈനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 0 ആക്കാനായിട്ട് എന്ത് ചെയ്യാം, 0 ആക്കാനായിട്ട് പ്ലസ് ചെയ്യാം. നോക്കട്ടെ, പ്ലസ് മൈനസ് ആണ് വന്നിട്ടുള്ളെങ്കിൽ ഇതിനെ 0 ആക്കാനായിട്ട് പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ 1 പ്ലസ് 2 x plus x 2x plus y minus y 0. Okay, is equal to 5 plus 2 7. x എങ്ങനെ കണ്ടുപിടിക്കാം, x is equal to 7/2. 7/2 എന്ന് പറയുന്നത് എന്താണ്, 361.05 അല്ലേ. എന്താ ഈ x എന്ന് പറയുന്നത് 3.5 3.5 സെന്റിമീറ്റർ ആണ് നമ്മുടെ x എന്ന് പറയുന്നത് 3.5 സെന്റിമീറ്റർ. നമുക്ക് x മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ, പോരാ, y കണ്ടുപിടിക്കണം അല്ലേ. y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിലേക്ക് ഈ x ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എവിടേക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താലോ, സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തോന്നു 3.5 ഫസ്റ്റ് ഇക്വേഷനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. x 3.5 എന്നുള്ള വില. അപ്പൊ x plus y is equal to 5 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ x ന് നമ്മൾ 3.5 ഇട്ടു. 3.5 plus y is equal to 5. ഓക്കെ, ഇനി y is equal to എന്ന് y is equal to ഈ 3.5 നമ്മൾ 5 ലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്തായി മാറും, പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ട് മൈനസ് ആയിട്ട് മാറും. 5 minus 3.5 5 minus 3.5 എന്ന് പറയുന്നതാണ് 5 minus 3.5 എന്ന് പറയുന്നത് 1.5. ഓക്കെ, ഇനി മൈനസ് ചെയ്യാം. 5 minus 3.5 10 5 4 1.5 1.5 ആണ് എന്ത്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എങ്ങനെ കിട്ടിയത്, സോറി റെക്ടാങ്കിൾ എങ്ങനെ കിട്ടിയത്, ഇവിടെ 3.5 സെന്റിമീറ്റർ ഇത് 1.5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ അല്ല, റെക്ടാങ്കിൾ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടിന്റെ ഏരിയ ലെങ്തിന്റെ ബ്രെഡ്ത്ത് ചെയ്യുന്നത് 5 1/4 എന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായതാണെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ 2 ഇക്വേഷൻസ് പഠിക്കാൻ നമ്മൾ 2 ഇക്വേഷൻസ് കണ്ടു. അതുപോലെ 2 ഇക്വേഷനിൽ പഠിക്കാൻ ജസ്റ്റ് അതൊന്നും ഞാൻ പരിചയപ്പെടുത്തില്ല. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം. അപ്പൊ നെക്സ്റ്റ് ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കണ്ട ഇക്വേഷൻ എന്താണ്, x plus y the whole square is equal to x plus y into x minus y. then ആദ്യം കണ്ട ഇക്വേഷൻ x plus y the whole square is equal to x plus y into x minus ഇക്വേഷൻ അല്ല, x minus x square minus y square is equal to x plus y into x minus y. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഇക്വേഷൻ അല്ലേ. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നല്ലേ, ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ കണ്ട ഇക്വേഷൻ എന്താണ്, x square minus y square is equal to x plus y into x minus y ആണ്. ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ട ഇക്വേഷൻ എന്താണ്, ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ട ഇക്വേഷൻ x minus y the whole square is equal to എന്താണ്, x plus y the whole square അല്ലേ, x plus y the whole square minus 4xy. ഇപ്പൊ മൈനസ് പ്ലസ് ഒന്നും മാറ്റി വരുമല്ലോ, minus 4xy. ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ട ഇക്വേഷൻ. ഇനി ഇങ്ങനെ തന്നെ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, x plus y the whole square. ഓക്കെ, x plus y the whole square. ഈ പ്ലസിന് വരെ അല്ലെങ്കിൽ മൈനസിന് പ്ലസ് x plus y the whole square എന്ന് പറയുന്നത് എന്താണ്, x plus y the whole square എന്ന് പറയുന്നത് x minus y the whole square minus 4xy. സോറി, പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും വരാം. മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആണ് വരുന്നത്, പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും വരാം. മാർക്ക് കണ്ടോ, അതെനിക്ക് എന്താണ് മാർക്ക് പോകണം. നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്. x minus y the whole square is equal to
എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4x അല്ലാതെ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് വരും. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4xy. ഓക്കെ, പ്ലസ് ആണ് വരാം. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാനുള്ളത് പ്ലസ് തന്നെയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഏതാണ് മിസ്റ്റേക്സ് ഒക്കെ ആയിരുന്നത്. ഈ 3 ഇക്വേഷൻ പഠിച്ചാൽ ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇതിന് എക്സ് പ്ലസ് വൈക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് വൈക്ക് ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് അത് ഇത് ആവശ്യം വരാൻ വഴിയില്ല. ഓക്കെ, നമ്മൾ ഈ 3 ഇക്വേഷൻ ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാം. ഈ 3 ഇക്വേഷൻ അറിയാവുന്ന ഈ 3 ഇക്വേഷൻ ഓർത്ത് വെക്കാം കേട്ടോ. മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഇക്വേഷൻ ചെയ്യാനാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് എക്സ് മെയിൻ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വേറെ ഇക്വേഷൻ മാറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എത്ര ഇക്വേഷൻ കാണുന്നുള്ളൂ. നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് എക്സ് പ്ലസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എപ്പോഴും ഓർക്കാം, അല്ലെങ്കിൽ തെറ്റിപ്പോയത് സിമ്പിൾ തെറ്റിപ്പോയത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. പിന്നെ എക്സ് മൈനസ് വൈ സ്ക്വയർ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് എക്സ് മൈനസ് 4xy. തെറ്റിക്കരുത്, നമ്മൾ പ്ലസ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ മൊത്തം തെറ്റും. അതുകൊണ്ട് അവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വലിറ്റി ഇപ്പുറത്ത് മൈനസ്. ഓക്കെ, ഈ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ് ചെയ്യും തന്നെ. ഇവിടെ എക്സ് പ്ലസ് വൈക്ക് പകരം എന്തായിരുന്നു എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ വരും. ഇവിടെ എന്താണ് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ഇത്ര ഇക്വേഷൻ ഉള്ളത് ആയിരിക്കും. ഈ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത്ര ഇക്വേഷൻ ഞാൻ കണ്ടുള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാം. ബാക്കി ഇക്വേഷൻ അപ്പൊ ഇത് എന്താ ബോക്സിലിട്ട് ബൈഹാർട്ട് പഠിക്കാം കേട്ടോ. ബോക്സിലിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാതെ. അത് കാരണം ഈ പോർഷനിൽ നിന്ന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ചെയ്യാണ്ട് ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ലാസ്റ്റ് സെക്ഷനിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മെയിനായിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇക്വേഷനുള്ള പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. വേറെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇന്ന് അത്രയും മതി തോന്നുന്നു. കാരണം അത് വലിയ പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് പയ്യെ എടുക്കുന്നത്. ഇതേപോലെ നമ്മൾ കഴിഞ്ഞു. ഇതിന്റെ 3 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത മാതിരി തന്നെയാണ്. എക്സാമ്പിൾ ചെയ്തുകൊണ്ടില്ലേ സെയിം മോഡൽ തന്നെയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് സ്പീഡിൽ എടുക്കാം. ബേസ് ആയിട്ട് ഞാൻ പയ്യെ എടുക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ. അപ്പൊ എക്സസൈസിൽ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സസൈസ് പ്രോബ്ലം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു.